ഹരേ കൃഷ്ണ. ദിവ്യഭാഗവതം എന്നുള്ള ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിരിക്കുന്നത് ഗുരുവായൂർ ഇസ്കോണിലെ തുളസീവനം. അതിലുള്ള ഇവിടുത്തെ ഭക്തിവിനോദ മഹാരാജ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്ത്, അതായത് സുഖദേവമൂല എന്ന് പറയും, അവിടെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പറയുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഃ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം 6-ാമത്തെ അധ്യായം. അതിൽ 22-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സകൃത് യദ്ദർശിതം രൂപം ഏതൽ കാമായ തേനഘ മൽക്കാമശനകേ സാധോ സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. സകൃത് യദ് ദർശിതം രൂപം ഏതത് കാമായ തേ അനഘ മൽക്കാമഃ ശനകൈഃ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. സകൃത് അതായത് ഒരിക്കൽ, അതായത് അനഘ എന്നാദ്യം സംബോധന ചെയ്യുന്നു ഇവിടെ. അതായത് പാപം ഇല്ലാത്ത ആൾ എന്നാണ് അനഘൻ എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ അത്രയും പരിശുദ്ധമായ മനസ്സാണ് ഇപ്പോൾ ആ നാരദൻ്റെ പൂർവ്വജന്മത്തിൽ 5 വയസ്സായ കുട്ടിക്ക് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പറയുന്നു അവിടുന്ന് അങ്ങ് വളരെ പരിശുദ്ധനാണ്, അങ്ങ് സദ്ഗുണങ്ങൾ സമ്പന്നനായിട്ടുള്ള ആളാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രൂപം അങ്ങയുടെ മുമ്പിൽ ഞാൻ പ്രദർശിപ്പിച്ചു തന്നു, കാണിച്ചു തന്നു അങ്ങയുടെ ഹൃദയത്തിൽ. ഞാൻ അത് എന്തിനാണ് കാണിച്ചു തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ന് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് വീണ്ടും ആഗ്രഹിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി എല്ലാ വിധത്തിലുള്ള ഭൗതിക മോഹങ്ങളിൽ നിന്നും പരിപൂർണമായും സ്വതന്ത്രനായിട്ട് മാറും എന്ന് അശരീരി കേൾക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ്. ഒരു ജീവാത്മാവിന് ഒരിക്കലും ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥ വരില്ല എന്നാണ് പറയുന്നത്.
എപ്പോഴും ഒരു ജീവൻ ഒരു ശരീരം എടുത്തിട്ടുള്ള ഒരാളാണോ അവർക്ക് എപ്പോഴും ആഗ്രഹങ്ങളുണ്ടാവും. അങ്ങനെയല്ല, ആ ആഗ്രഹങ്ങൾ കാരണം ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വെറും ഒരു കല്ല് പോലെയല്ല, അതിന് വികാരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ആഗ്രഹങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. എങ്ങനെ ശുദ്ധീകരിക്കപ്പെടുക? ഈ ഗുരു ആയിട്ട്, ആത്മീയ ഗുരുവുമായിട്ടുള്ള ബന്ധം കൊണ്ട്. പിന്നെ ഒരു മീഡിയേറ്ററാണ് ഗുരു എന്ന് പറഞ്ഞാൽ എന്നാണ്. ഭഗവാൻ അയച്ചിട്ടുള്ള ഈശ്വരൻ്റെ കാഴ്ചക്കാരാണ് ഭഗവാൻ അയച്ചു തന്നിട്ടുള്ള ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗുരു എന്ന് പറഞ്ഞാൽ. സാധാരണക്കാരനല്ല എന്ന് പറയുന്നത്, ഈശ്വരൻ്റെ പ്രതിനിധിയാണ് ഗുരു. അപ്പോൾ ആ ഗുരുവിൽ നിന്നും ഗുരുവാണ് ഭഗവാനായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ആ അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള ആ മനസ്സുണ്ടാവുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് തോന്നുന്നു, സാധാരണ ഒരാൾക്ക് തോന്നുന്നു, എനിക്ക് ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ, പണം ധാരാളം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഊട്ടിയിൽ പോകണം, കൊടൈക്കനാലിൽ പോകണം, അമേരിക്കയിൽ പോകണം, റഷ്യയിലേക്ക് പോകണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവണു. എന്നാൽ ആ ആഗ്രഹം ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താ തോന്നുക? എനിക്ക് ഒരിക്കൽ വൃന്ദാവനത്തിൽ പോകണം, ഒരിക്കൽ ഗുരുവായൂരപ്പനെ കാണാൻ പോകണം, ദീപാരാധന കാണാൻ പോകണം എനിക്ക്. അതേപോലെ എനിക്ക് ഒരിക്കൽ ദ്വാരകയിൽ പോകണം, ഒരിക്കൽ ഹരിദ്വാറിൽ പോകണം. എന്തൊക്കെ നമുക്ക് ശുദ്ധീകരിക്കപ്പെട്ടാൽ അങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അങ്ങനെ ആ അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ 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 ഭഗവാനെക്കുറിച്ച് കേൾക്കാനും അറിയാനും ഉള്ള ആഗ്രഹവും വർദ്ധിച്ചു വരും എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ശ്ലോകം 23-ാമത്തെ ശ്ലോകം. സൽസേവയാ ദീർഘയാ തേ ജാതാമയി ദൃഢാമതി ഹിത്വാ മധ്യമിമം ലോകം ഗന്ധാമജ്ജനതാമസി. സൽസേവയാ അദീർഘയാ തേ, അല്ലെങ്കിൽ അപി എന്നും പറയും. ജാത മയി ദൃഢമതി ഹിത്വ അവദ്യം ഇമം ലോകം ഗന്ധ മജ്ജനതാം അസി. അതായത് ഭഗവാനെ അങ്ങനെ പൂർണ്ണമായും ആശ്രയിച്ച് ഭഗവാനെ സേവിക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു ഭക്തൻ ആ ഭഗവാനിലേക്ക് ഉറച്ച മനസ്സോടുകൂടിയായി തീരും. ബുദ്ധി ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും ഉറയ്ക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് അങ്ങനെയുള്ള സജ്ജനങ്ങളായിട്ടുള്ള സംഗമം, അതിൽ കൂടുതൽ നമ്മൾ അങ്ങനെ സത്സംഗത്തിൽ വരും തോറും നമ്മളുടെ ഈ മനസ്സ് പരിശുദ്ധമായി മാറുന്നു. മനസ്സ് പരിശുദ്ധമായി മാറുന്നതിനനുസരിച്ച് നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ദിവ്യമായിട്ടുള്ള ആ ലോകത്തിലേക്ക്, ഒരിക്കലും ഈ ഭൗതികമായിട്ടുള്ള ആ അവസ്ഥയിലല്ല പിന്നെ ആ ജീവന് സ്ഥാനം ഉണ്ടാവുക. ആത്മീയമായ ലോകത്ത് ആത്മീയമായ ശരീരം ആ ജീവന് ലഭിക്കുന്നു എന്നതാണ് ഇവിടെ ആ അശരീരിൽ നിന്നും കേൾക്കാൻ സാധിച്ചത് എന്നാണ്. അപ്പോൾ എന്താണ് ആ ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വേണം? ഒരു ഉത്തമ വിശ്വാസമുള്ള ഒരു ഗുരുവിൽ നിന്ന്, ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ച ഗുരുവിൽ നിന്നാണ് ഭഗവാനെ സേവിക്കുക എങ്ങനെയാണെന്നുള്ളത് പഠിക്കുന്നത്. ആ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരുന്നു എന്ന് പറഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് ആത്മീയമായ ലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടും, ആത്മീയമായ ചിന്തകളിലേക്ക് ഉയർത്തപ്പെടും എന്നാണ് പറയുന്നത്. മൃത്യുര് അത്യന്ത വിസ്മൃതി എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് സർവം വ്യർത്ഥം മരണസമയേ കൃഷ്ണയേവ സഹായ. എല്ലാം വ്യർത്ഥമാണ്. നമ്മൾ ഈ ഭൗതികമായ ലോകത്തിൽ നമ്മൾ സമ്പാദിച്ചിട്ടുള്ള എല്ലാം വിട്ടു പോവേണ്ടതായിട്ടുണ്ട്. അത് ഇനി പാപം ചെയ്താൽ പാപം നമ്മളുടെ കൂടെ വരും, പുണ്യവും കൂടെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതലും പാപമാണ് ഉണ്ടാവുക, പുണ്യം അധികം ഉണ്ടാവില്ല. അപ്പോൾ ഏത് സംസ്കാരം വെച്ചിട്ടാണോ ശരീരം ഉപേക്ഷിക്കുന്നത്, ആ സംസ്കാരത്തിനനുസരിച്ച് ശരീരം പ്രകൃതി നമ്മൾക്ക് തരുന്നു. പ്രകൃതിക്ക് അലംഘ്യമായ നിയമങ്ങളുണ്ട്, അതിനനുസരിച്ചിട്ട് ഒരു രൂപം ആ പ്രകൃതി നമ്മൾക്ക് തരുന്നു എന്നാണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്നും അതീതമായിട്ടുള്ള ഈശ്വരനെയാണ് നമ്മൾ വിചാരിക്കണമെങ്കിലോ പ്രകൃതി, അതായത് മഹാമായ യോഗമായയ്ക്ക് നമ്മളെ ഈ ജീവനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എന്തായിത്തീരും? ആത്മീയമായ ശരീരം ഈ ജീവന് ലഭിക്കും. അതിന് വേണ്ടിയിട്ടാണ് യത്നിക്കേണ്ടതായിട്ടുള്ളത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു ഇവിടെ ആ ശരീരം. അടുത്തത് വീണ്ടും കേൾക്കാൻ സാധിക്കുന്നു. എന്താണ്? മതിർമയി നിബദ്ധേയം ന വിപദ്യേത കർഹ്യജൽ പ്രജാസർഗ നിരോധേപി സ്മൃതിശ്ച മദനുഗ്രഹാത്. മതിഹി മയി നിബദ്ധ ഇയം ന വിപദ്യേത കർഹിച്ചിത് പ്രജാസർഗ നിരോധേപി
സ്മൃതി ച മദ് അനുഗ്രഹാൽ, എൻ്റെ അനുഗ്രഹം അങ്ങേക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്നോട് തോന്നിയിട്ടുള്ള ഈ പ്രത്യേകമായിട്ടുള്ള ആകർഷണം, ഭക്തി ഉണ്ടല്ലോ, അത് ഒരു അടുത്ത ജന്മത്തിൽ പോലും, അതായത് ഒരു കൽപ്പം കഴിയുക എന്ന് പറഞ്ഞാൽ എത്ര വർഷങ്ങൾ കഴിയണം? ബ്രഹ്മാവൻ്റെ ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ എത്ര 1000 ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്, 1000 ചതുർയുഗം രാത്രി. അങ്ങനെയാണ് ബ്രഹ്മാവിന് 100 വയസ്സാണ് ആയുസ്. അപ്പോൾ ഈ ബ്രഹ്മാവൻ്റെ ഒരു ദിവസം കഴിയുമ്പോഴാണ് കൽപ്പം മാറുന്നത് എന്നാണ്. ആ കൽപ്പം മാറുന്ന സമയത്ത് പോലും സൂക്ഷ്മമായിട്ട് ആ ബ്രഹ്മാവിൽ കൂടെ ഭഗവാനിലേക്ക് ലയിക്കുന്നു എന്നുണ്ടെങ്കിലും അതേ ഭാവത്തോടു കൂടെ രണ്ടാമതും ജനിക്കണു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേ ഭാവത്തോടു കൂടെ, അതേ സംസ്കാരത്തോടു കൂടെ ജനിക്കും. സംസ്കാരം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകണില്ല എന്നാണ്. അതേ സംസ്കാരത്തോടു കൂടെ ഇവിടെ രണ്ടാമതും ജനിക്കുന്നു. ഇപ്പോൾ നല്ല വേനൽക്കാലം വരുന്ന സമയത്ത് പല ചെടികളുടെയൊക്കെ വിത്തുകൾ അതൊക്കെ ഈ ഭൂമിയിൽ വീണടിഞ്ഞിട്ടുണ്ടാവും. നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് ആ അടിയിൽ വീണ് കിടക്കുന്ന, ഭൂമിയിൽ വീണ് അടിഞ്ഞിട്ടുള്ള ആ വിത്തുകളൊക്കെ മുളയ്ക്കും. ഇപ്പോൾ ഒരിക്കലും പയറിൻ്റെ വിത്താണ് കിടക്കണമെങ്കിൽ ഒരിക്കലും ആൽമരമായിട്ട് മാറാറില്ല, ഇല്ലല്ലോ. അതേപോലെ നമ്മളിപ്പോൾ തുളസിയുടെ വിത്ത് അത് നട്ട് അതാണ് ഭൂമിയിൽ കിടക്കുന്നത്, അത് ആമ്പലായിട്ട് മാറാറില്ല. അതേ സ്വഭാവത്തോടു കൂടെ രണ്ടാമതും അതുണ്ടാവും. ഇതേപോലെയാണ് രണ്ടാമതുള്ള സൃഷ്ടി വരുന്ന സമയത്ത് ഏത് സംസ്കാരത്തിലാണോ ആ ഭഗവാന് പരമദിവ്യോത്തമ പുരുഷനിലേക്ക് ലയിച്ചത്, അതേപോലെയുള്ള വീണ്ടും ശരീരം ലഭിക്കും. അതിനനുസരിച്ചുള്ള ശരീരം വീണ്ടും ലഭിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ഇവിടെ ഭഗവാൻ പറയുന്നു, അശരീരിൽ പറയുന്നു. അപ്പോൾ എൻ്റെ ഭക്തിയുത സേവനത്തിൽ കൂടെ നീ വന്നതുകൊണ്ട് ഒരിക്കലും അത് ആ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ള 3 മാർഗങ്ങളിൽ കൂടിയും ആ സംസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നില്ല. പിന്നെ എൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങേക്ക് പൂർവ്വജന്മ സ്മരണ ഉണ്ടാവും, ആ സേവിക്കാനുള്ള ആഗ്രഹവും അതേപോലെ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു അനുഗ്രഹം ലഭിക്കുന്നു. ഇത് അശരീരിയായിട്ട് കേൾക്കുന്നതാണ് എന്നാണ്. എൻ്റെ കാരുണ്യം കൊണ്ട് ഒരിക്കലും അങ്ങ് എന്നെ മറക്കില്ല എന്നും ഭഗവാന്റെ ഒരശരീരി കേൾക്കുന്നു എന്നാണ്. അത് കേട്ടതോട് കൂടിയിട്ട് അതാണ് പറയണത്, സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൽ എന്ന് പറയണത്. ചെറിയ ഒരു പുണ്യകർമ്മം ചെയ്താൽ അതിഭയങ്കരമായിട്ടുള്ള ആപത്തുകളിൽ നിന്നും ആ പുണ്യകർമ്മം നമ്മളെ രക്ഷിക്കുന്നു എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 25-ാമത്തെ ശ്ലോകമാണ് ഇനി. ഏതാവതുക്തോ പരരാമ തന്മഹൽഭൂതം നഭോലിംഗമലിംഗമീശ്വരം അഹം തതസ്മൈ മഹതാം മഹീയസേ ശീഷ്ണാവനാമം വിദധേനുകമ്പിതാം. ഏതാവതുക്തോ പരരാമ തന്മഹദ്ഭൂതം നഭോലിംഗമലിംഗമീശ്വരം അഹം തസ്മൈ മഹതാം മഹീയസേ ശീഷ്ണാവനാമം വിദധേനുകമ്പിതാം. ഇവിടെ ഏതാവത് ഉക്ത്വാ ഉപരരാമ തത് മഹത് ഭൂതം നഭലിംഗം അലിംഗം ഈശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശീർഷ്ണ അവനാമം വിദധേ അനുകമ്പിതഃ. അപ്പോൾ ഈ ഒരു അശരീരി കേട്ടു. ഇവിടെ നാരദൻ പറയുന്നു, ആ അശരീരി ഞാൻ കേട്ടു. അങ്ങനെ പിന്നീട് ആ അശരീരി അങ്ങനെ അവസാനിച്ചു എന്നാണ് പറയുന്നത്. എവിടുന്നാ തൻ മഹദ്ഭൂതം, അതായത് ഒരു അശരീരി എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദം കേൾക്കുക, ശരീരം എന്താണെന്നുള്ളത് കാണില്ല. അതിനാണ് അശരീരി എന്ന് പറയുന്നത്. പക്ഷേ അത് അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ആ അശരീരി എന്നുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത നന്ദി തോന്നി, എനിക്ക് വല്ലാതെ അധികം കടപ്പാടുണ്ടായി എനിക്ക്. കാരണം ഞാൻ 5 വയസ്സായിട്ടുള്ള ഈ ബാലൻ ഇങ്ങനെ നിസ്സാരനായിട്ടുള്ള ഞാനിങ്ങനെ സേവിക്കുന്ന സമയത്ത് ഭഗവാൻ അത് അറിഞ്ഞല്ലോ. ഭഗവാൻ അതിനുള്ള അനുകൂലമായ ഒരു സാഹചര്യം ഭഗവാൻ തന്നുവല്ലോ എന്നുള്ള എന്തെന്നില്ലാത്ത ആനന്ദം തോന്നി എനിക്ക്, നന്ദി തോന്നി എനിക്ക് ഭഗവാനോട് എന്നാണ്. ഞാൻ ആ ഭഗവാനെ അവിടെ രൂപം കണ്ടിട്ടില്ല, ശബ്ദമേ കേട്ടിട്ടുള്ളൂ. ആ ഭാഗത്തേക്ക് ആ ശബ്ദം കേട്ട സ്ഥാനത്തേക്ക് നോക്കിയിട്ട് ഞാൻ വീണ്ടും 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 നമസ്കരിച്ചു എന്നാണ്. അപ്പോൾ ഭഗവാന്റെ ആ വാക്കുകളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് പറയണത്. ഭഗവാന്റെ വാക്കുകളാണ് ഭഗവത്ഗീത. ഭഗവാൻ പറഞ്ഞ ഭഗവാന്റെ വാണിയാണ് ഭഗവത്ഗീത. ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാനെക്കുറിച്ച് പറയുന്ന വാണിയാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഭഗവാനും ഈ ഭഗവാന്റെ വാക്കുകളും തമ്മിൽ ഐഡൻറ്റിക്കലാണ്, വ്യത്യാസമില്ല എന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ
നമ്മൾ ആ ഭഗവാൻ ആ വാക്കുകളിൽ കൂടെ ഭഗവാനെ കാണാൻ സാധിക്കും. കൃഷ്ണ എന്നുള്ള 2 അക്ഷരങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മൾ മുമ്പിൽ കൊണ്ടുവന്ന് തരാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആന എന്നുള്ളൊരു വാക്കിന് ആനയുടെ രൂപം നമ്മൾ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് പോലെ കൃഷ്ണ എന്നുള്ള ഈ അക്ഷരങ്ങൾക്ക്, രാമ എന്നുള്ള അക്ഷരങ്ങൾക്ക്, ശിവ എന്നുള്ള അക്ഷരങ്ങൾക്ക് ശിവൻ്റെ എല്ലാ മഹിമയും ശിവൻ്റെ ആ അക്ഷരത്തിൽ ഒതുങ്ങിയിട്ടുണ്ട്. രാമൻ്റെ എല്ലാ മഹിമയും രാമ എന്നുള്ള അക്ഷരത്തിൽ ഒതുങ്ങിയിട്ടുണ്ട്. അതേപോലെ കൃഷ്ണ എന്നുള്ള ഈ അക്ഷരത്തിൽ കൃഷ്ണൻ്റെ എല്ലാ മഹിമകളും കൃഷ്ണ അതിൽ ഒതുങ്ങിയിട്ടുണ്ട്. ആ നാമത്തിൽ കൂടെ ഭഗവാനെ നമ്മൾക്ക് കൊണ്ടുവന്ന് തരാൻ, ഈ നാമത്തിന് അക്ഷരങ്ങളിൽ കൂടെ കൊണ്ടുവന്ന് തരാനുള്ള കഴിവ് ഭഗവാനുണ്ട്. അതാണ് അക്ഷരം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള വസ്തുവല്ല, അത് ഭഗവാൻ തന്നെയാണ് ഈ അക്ഷരങ്ങൾ എന്നാണ്. അക്ഷര സ്വരൂപമാണ് ഭഗവാൻ. അക്ഷരങ്ങളിൽ കൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കാണാൻ, ആ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വാക്കുകളിൽ എങ്ങനെ ഭഗവാനെ അറിയും? പിന്നെ ഭഗവാൻ എത്ര വലിയ അനുഗ്രഹം തന്നിട്ടുള്ളത്. നമുക്ക് കണ്ണില്ലാതെ സൃഷ്ടിച്ചു നമ്മളെന്ന് വിചാരിക്കുക, എങ്ങനെയാണ് ഭഗവാനെ കാണാൻ സാധിക്കുക? പല വസ്തുക്കളും കാണുന്നു നമ്മൾ, പക്ഷേ ഭഗവാനെ കാണാൻ നമ്മൾ ആഗ്രഹിക്കണില്ല. അത് ഭൗതികതയുടെ അതിപ്രസരം കൊണ്ടാണ് കാണാൻ തോന്നാതിരിക്കുന്നത്. ചെവി ബധിരനായിട്ടാണ് സൃഷ്ടിച്ചതെങ്കിലോ അപ്പോൾ നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ സാധിക്കുമോ? നാവുണ്ടെങ്കിലും മിണ്ടാൻ പറ്റില്ലെങ്കിലോ? മൂകനാണെങ്കിലോ? കൈകളുണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ലെങ്കിലോ? കൈകളെ കൊണ്ട് തളർന്നു പോയാലോ? മനസ്സ് മാനസികമായിട്ടുള്ള അവസ്ഥയിൽ തളർന്നു പോയാലോ? അപ്പോൾ അതൊന്നും ഇല്ലാതെ ഭഗവാൻ ഇങ്ങനൊരു പൂർണ്ണമായ രൂപത്തിന് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത് ഭഗവത് സേവ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാര മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ദിം ന തരിൽ സ ആത്മഹ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഭഗവാൻ സംസാരമാകുന്ന സാഗരത്തിൽ ഇറക്കിയിട്ടുള്ള വിശേഷപ്പെട്ട കപ്പൽ പോലെയാണ് ഈ ശരീരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഗുരുവിനെ ആശ്രയിച്ചുകൊണ്ട് ഈശ്വരനെ സേവിക്കാൻ നമ്മൾക്ക് സാധിക്കില്ലെങ്കിൽ, ഉയർന്ന ജന്മങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത് നിഷ്ഫലമായി പോവില്ലേ? ഇയാൾ ആത്മഹത്യാ മഹാഭാവിയേക്കാളും കഷ്ടത്തിലല്ലേ എന്നാണ് ശ്രീമദ് ഭാഗവതം നമ്മളോട് ചോദിക്കുന്നത്. ഇനി പിന്നീട് നാരദ മഹർഷിയുടെ ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഇത് ഇങ്ങനെ ശരീരം കേട്ടു, അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നു എന്നാണ് പറയണത്. പൂർവ്വജന്മത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നു. എങ്ങനെ? നാമാന്യനന്ദസ്യ ഹതത്ര പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാം പര്യടൻ സ്തുഷ്ടമനാഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമദോ വിമത്സരാം. നാമാനി അനന്തസ്യ ഹതത്രപഃ പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാം പര്യടൻ തുഷ്ടമന ഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമദഃ വിമത്സരഃ. അപ്പോൾ ഭഗവാന് അനേകം നാമങ്ങളുണ്ട്. ആ അനേകം നാമങ്ങളുടെ പിന്നിൽ അത്യത്ഭുതമായ ലീലകളുമുണ്ട്. ഇപ്പോൾ ദാമോദര മാസമാണല്ലോ. ദാമോദര എന്നുള്ള ആ നാമത്തിൻ്റെ പിന്നിൽ യശോദാദേവിയുടെ ഉരലിൽ കുടുങ്ങിക്കിടക്കുന്ന ചെറിയ ഉണ്ണികൃഷ്ണൻ്റെ ചരിത്രമുണ്ട് എന്നാണ്. ഗിരിധാരി എന്നുള്ള നാമത്തിൻ്റെ പിന്നിൽ ആ ഗോവർദ്ധനധാരിയായിട്ടുള്ള ശ്രീനാഥ്ജിയുടെ ചരിത്രം ഒളിച്ചു കിടക്കുന്നുണ്ട്. അതേപോലെ വേണുഗോപാലമൂർത്തി എന്നുള്ള ആ ഒരു നാമത്തിൽ ഭഗവാൻ പശുവിനെ ചാരി നിന്നുകൊണ്ട്, അതായത് തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കയ്യിൽ കാഞ്ചനോടക്കുഴലും അധ പിടിച്ചോതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരുമുകിൽ വടിവം പോണ്ടു നിൽക്കും മുകുന്ദൻ. മനോഹരമായ ആ വേണുഗാനം ചെയ്തുകൊണ്ട് പശുവിനെ ചാരി നിൽക്കുന്ന ഭഗവാന്റെ രൂപം ഗോപാലമൂർത്തി എന്ന് പറയുന്ന സമയത്ത്, അപ്പോൾ ഓരോ ലീലകളെ ഉൾക്കൊള്ളുന്ന അനേകം നാമങ്ങൾ ഭഗവാനുണ്ട് എന്നാണ്. അപ്പോൾ അനന്തമായ മഹിമകളാണ് ഭഗവാന്റെ നാമങ്ങൾക്കുള്ളത്. അങ്ങനെ ആ നാമങ്ങളെ ജപിക്കുന്ന സമയത്ത് ആ ലീലകൾ എനിക്ക് ഓർമ്മ വരും. ദാമോദര എന്നുള്ള നാമം ജപിച്ചു കഴിഞ്ഞാൽ ദാമോദരന് മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നാണ് പറയുന്നത്. അങ്ങനെ നിരന്തരം ഹതത്രപ പഠൻ. നമ്മളെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ എന്താണ്? ലജ്ജയാണ്. നമ്മൾക്ക് വളരെ മടിയാണ് നാമം ജപിക്കാൻ, വളരെ മടി. ഭാഗവതം കേൾക്കണമെന്ന് പറയാൻ മടിയാണ്, ഭാഗവതം വായിക്കണമെന്ന് പറയാൻ മടിയാണ്, ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയാം. പല സ്ഥലത്തേക്കും പോകാം നമ്മൾക്ക്, പക്ഷേ ക്ഷേത്രത്തിൽ പോകാൻ മടിയാണ്. സത്സംഗത്തിൽ വരാൻ വളരെ മടിയാണ് നമ്മൾക്ക് എന്നാണ്. പക്ഷേ എവിടെയാണോ സത്സംഗം ഉള്ളത് അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ്. അപ്പോൾ അതിനെല്ലാം മിക്കവാറും ആളുകൾക്ക് മടിയാണ്. അപ്പോൾ
ഗുരുവിൽ നിന്നും ഒരു ദീക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മടി മാറി കിട്ടും നമ്മൾക്ക്. കാരണം ആ ഗുരുവിൻ്റെ ഒരു തപസ്സിൻ്റെ ഒരു അംശം കൂടി നമ്മളിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഗുരുവാണ് നമ്മളെ ഗുരു ഏറ്റെടുക്കുക ചെയ്യണത്. ഗുരുനാഥന്മാർ പറയാറുണ്ട്, അതായത് ആ ശിഷ്യനെ, ആത്മാർത്ഥതയുള്ള ശിഷ്യനെ ആ ഗുരു തൻ്റെ ഉപദേശങ്ങളിൽ കൂടെ ഉയർത്തിയിട്ട് ഭഗവാന്റെ ലോകത്തേക്ക് എത്തിച്ചിട്ടേ ഗുരു ഇരിക്കുള്ളൂ എന്നാണ് പറയുക. അതേവരെ ഗുരു പ്രയത്നിക്കുന്ന പറയണത്. വാസ്തവത്തിൽ നമ്മളല്ല പറയണത്, ഗുരു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക ചെയ്യണത്, നമ്മളല്ല വാസ്തവത്തിൽ പറയുന്നത് എന്നാണ്. അപ്പോൾ ഗുരു പറഞ്ഞത് എതിരായിട്ട് പ്രവർത്തിച്ചാലോ ഗുരുവിന് രണ്ടാമത് ജനിക്കേണ്ടതായിട്ട് വരും നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ട് ഗുരുവിൻ്റെ ഉപദേശങ്ങൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കണേ എന്ന്. അത് യഥാർത്ഥ ഗുരു തന്നെ വേണം, ഏതെങ്കിലും ഗുരു ആയാൽ പോരാ. ചിലർ പറയാറുണ്ട്, നിങ്ങൾ ഈ മന്ത്രം ജപിച്ചോളൂ, ആ മന്ത്രം ശീല പ്രഭുപാദർ പറയുന്നു, ഈ മന്ത്രം ജപിച്ചോളൂ, പ്രത്യേകിച്ച് നിഷ്ഠകളൊന്നും വേണ്ട, എന്ത് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, എന്ത് വേണമെങ്കിൽ പറയാം, മന്ത്രം ജപിച്ചാൽ മാത്രം മതി, സിദ്ധി കിട്ടുമെന്ന് പറയും. അത് ഒരു വ്യാജ ഗുരുവാണ് എന്നാണ്. ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് വൈദ്യൻ പറയുന്ന പഥ്യം പാലിക്കണം, എന്നാൽ മാത്രമേ ആ ചികിത്സ നമ്മൾക്ക് ഫലിക്കുള്ളൂ. ഇതേപോലെ നമ്മൾ നേരെയാവാൻ വേണ്ടിയിട്ട് ആ ഗുരു പറയണത്, നേരത്തെ എഴുന്നേൽക്കൂ, 4 മണിക്ക് എഴുന്നേൽക്കൂ എന്ന് പറയണത്, നിങ്ങൾ നാമം ജപിക്കൂ എന്ന് പറയണത്, നിങ്ങൾ അനാവശ്യമായ ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്ന് പറയണത്, ഇതൊക്കെ സത്സംഗത്തിൽ പങ്കെടുക്കൂ എന്നൊക്കെ പറയണത് എന്താണ്? നമ്മൾ നേരെയാവാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ അതിനെ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെയാവും. ഇല്ലെങ്കിലോ നമ്മൾ അധപ്പതനത്തിൽ. ഗുരു പറഞ്ഞത് കേട്ടില്ല, ഗുരുവിൻ്റെ ഗുരുത്വത്തോടു കൂടി വന്നു ചേരും എന്നാണ്. ഇവിടെ ഒരേ ഒരാഗ്രഹം മാത്രമായിരുന്നു, ഭൗതികമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായില്ല. പിന്നെ ഒരേ ഒരാഗ്രഹം മാത്രം, എനിക്ക് എൻ്റെ ഭഗവാനെ കാണണം, എൻ്റെ ഭഗവാനെ കാണണം എന്ന് മാത്രം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്താണ്? ബാക്ക് ടു ഗോഡ് ഹെഡ്, തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവുക, ആത്മീയ ലോകത്തേക്ക് പോവുക എന്നതായിരിക്കണം ഓരോ വ്യക്തിയുടെയും ജീവൻ്റെയും യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ നാരദ മഹർഷി ഈ ഒരു ലക്ഷ്യത്തിന് അനുസരിച്ചാണ് പ്രവർത്തിച്ചത്. അപ്പോൾ നമ്മൾക്ക് ലക്ഷ്യം സാധിക്കണമെങ്കിലും അതിനുവേണ്ടി നമ്മൾ കഠിനമായി പ്രവർത്തിക്കണം, അതിന് തയ്യാറാവണം. എന്നാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. ഒരാൾക്ക് 100% മാർക്ക് വാങ്ങണം ക്ലാസ്സിലെന്നുണ്ടെങ്കിൽ ആ കുട്ടി അത്രയും കഠിനമായി ശ്രമിക്കുക, ആ ലക്ഷ്യത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് എന്തും ത്യാഗം ചെയ്യാൻ തയ്യാറാവണം. എന്നാൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് ആ കുട്ടി എത്തിച്ചേരുള്ളൂ. ഇതേപോലെയാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം. ഇത് ആത്മീയമായ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ അതിനനുസരിച്ച് ഒരു ഡെഡിക്കേഷൻ, അതായത് നമ്മളുടെ ഒരു സമർപ്പണം അതിനാവശ്യമാണ് എന്നാണ്. എന്നിട്ടോ ഭഗവാന്റെ ഈ ഇങ്ങനെ അനുഭവപ്പെട്ടിട്ട് മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കാനും തയ്യാറാവണം. സജ്ജനങ്ങൾ അങ്ങനെയുള്ളവരാണ്, കരുണയുള്ളവരാണ് എന്നാണ്. ഇവിടെ 27ാമത്തെ ശ്ലോകം. ഏവം കൃഷ്ണമതിർ ബ്രഹ്മൻ അസക്തസ്യാമലാത്മനാകാല പ്രാദുരഭൂൽക്കാലേ തടിൽ സൗദാമിനീ യഥാ. ഏവം കൃഷ്ണമതേഃ ബ്രഹ്മൻ അസക്തസ്യ അമലാത്മനഃ കാലഃ പ്രാദുഃ അഭൂത് കാലേ തടിത് സൗദാമിനി യഥാ. അതായത് ഇങ്ങനെ കൃഷ്ണമതേർന്നാണ് പറയണത്. കൃഷ്ണനിലേക്ക് ലയിച്ച് ചേർന്നു എന്നാണ് പറയണത്. കേട്ടതെന്താണ്? ആദ്യം തന്നെ തത്വാനുഭവം കൃഷ്ണകഥാപ്രഗായതാം. ആ സജ്ജനങ്ങളിൽ നിന്നും ആദ്യം കേട്ടത് കൃഷ്ണകഥകളാണ് ആദ്യം കേട്ടത്. ഇപ്പോൾ കൃഷ്ണനിലേക്ക് മനസ്സ് ഉറച്ചു എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത് എന്നാണ്. അങ്ങനെ ഒരു കാലം എപ്പോഴും ശരീരം എപ്പോഴും ഇരിക്കില്ലല്ലോ, അത് ശാശ്വതമായിട്ടുള്ളതല്ല എന്നാണ്. ഇപ്പോൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ആ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് മറ്റുള്ള വസ്തു ഒന്നിനോടും ഒരു ബന്ധനവും ഒരു സംഘം ഇല്ലാതെ അങ്ങനെ ഞാൻ ഭൗതികമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള മോഹങ്ങളിൽ നിന്നും അതിൽ നിന്നും മുക്തനായിട്ട് മാറി എന്നാണ്. ആ അവസാനത്തെ ഘട്ടം വന്നു. അതായത് എങ്ങനെയാണോ ഒരു ഇടി മിന്നൽ ഒന്നിച്ച് വന്ന് ചേരുന്നത്, അതേപോലെയാണ്. എപ്പോഴാണ് മിന്നൽ വരിക എന്നറിയില്ല, നമ്മൾക്ക് എപ്പോഴാണ് ഇടി വെട്ടുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതേപോലെ ആ കാലവും മരണവും ഒന്നിച്ച് വന്ന് ചേർന്നു. എൻ്റെ ജീവിതം അവസാനിക്കേണ്ട ഒരവസ്ഥ വന്ന് ചേർന്നു എന്നാണ് പറയണത്. ഒരു വലിയ ധനികനായിട്ടുള്ള ഒരാളാണെങ്കിൽ ആൾ മരിക്കുന്ന സമയത്ത് എന്താ ചിന്തിക്കുക? താൻ സമ്പാദിച്ച് വെച്ച ആ ധനത്തിനെ കുറിച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിക്കുക. അത് എന്ത് ചെയ്യണമെന്നറിയാതെ പിന്നെ താൻ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കും മരിക്കുന്ന സമയത്ത്. എന്നാൽ ഭക്തൻ എന്താ ചിന്തിക്കുക? ഭഗവാന്റെ ദിവ്യം ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കും.
എന്ത് ഭഗവാനെക്കുറിച്ച് ഓർമ്മിക്കാൻ ഭഗവാൻ സഹായിക്കും നമ്മളെ എന്നാണ്. അങ്ങനെ വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ട് ഭഗവാന്റെ വിശുദ്ധയാ ധാരണയാന്നാണ് പറയുന്നത്. ഭഗവാന്റെ ദിവ്യമായ രൂപത്തിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഒരു ഭക്തൻ ജീവൻ ഉപേക്ഷിക്കുക എന്നാണ് പറയണത്. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയാറുണ്ട്. അതായത് ഒരു പൂച്ച എലിയെ കടിച്ചു കൊണ്ടുപോവുക. പൂച്ച എലിയെ കടിച്ചു കൊണ്ടുപോകുമ്പോൾ അതെന്താ ചെയ്യുക, എലിയാണെങ്കിൽ തൻ്റെ ഭയങ്കരമായിട്ടുള്ള വേദന കൊണ്ട് അലറി വിളിച്ച് കരയുണ്ടാവും. പൂച്ച ഇത് ശ്രദ്ധിക്കാറില്ല. എന്നാൽ അതേ പൂച്ച തന്നെ ആ പൂച്ചയുടെ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോഴോ പൂച്ചക്കുഞ്ഞിന് സുരക്ഷിതത്വമാണ് തോന്നുക എന്നാണ്. ഇതേപോലെയാണ് ഭക്തൻ്റെ മരണം. എല്ലാവരും മരിക്കും, ആരും മരിക്കാതിരിക്കില്ല. അപ്പോൾ ഈ മരണം എന്നുള്ള ഭക്തൻ്റെ ഒരു ശരീരം ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാനെ കണ്ട് കൊതിച്ചിടുന്ന കൃഷ്ണനെ കണ്ടിട്ടു കുതിച്ചിടണം ജീവനും അപ്പോഴേ എന്നാണ്. വ്യത്യസ്തപാദമം അവതംസിത ബരിഹം സാചീകൃതാനന നിവേശിത വേണുരന്ധ്രം തേജപരം പരമകാരുണികം പുരസ്താൽ പ്രാണപ്രയാണ സമയേ മമ സന്നിധത്താം എന്ന് സൂചിപ്പിക്കുന്നു. അതായത് ഭഗവാന്റെ വേണുഗാനം, ആ സമയത്ത് വേണുഗാനം കേൾക്കാൻ സാധിക്കും. ഭഗവാൻ വേണുഗാന മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ആ വേണുഗാനത്തിൽ മനസ്സ് അലിയണ സമയത്ത് ഈ ജീവൻ ആ ഭഗവാന്റെ രൂപത്തിന് ആകർഷിക്കപ്പെട്ട് അവനവൻ ഇതേവരെയുള്ള ശരീരത്തിനെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ആത്മീയമായ അറിവും ഭഗവാന്റെ ലോകത്തിൽ ലഭിക്കുന്നു എന്നാണ് ഭക്തനെ സംബന്ധിച്ച്. മറ്റേതാണെങ്കിലോ അവനവൻ ചെയ്തിട്ടുള്ള ദുരിതങ്ങൾക്കനുസരിച്ച് നരകയാതനകൾ ജീവൻ അനുഭവിക്കുന്നു. പൂച്ച എലിയെ കടിച്ചു കൊണ്ടുപോകുന്നത് പോലെ ആണ് എന്നാണ്. രണ്ട് മരണവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാണ്ടാൽ ഒരേപോലെ ആണെങ്കിൽ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ബന്ധം നിലനിർത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഭഗവാന്റെ സ്മരണയിലാണ് ഒരു വ്യക്തി ഇരിക്കണത് എന്നുണ്ടെങ്കിൽ, ഒരു ഇരുമ്പിൻ്റെ ദണ്ട് നമ്മൾ തീയിലിട്ട് ചുടണമെന്ന് വിചാരിക്കുക. തീയിൽ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ അത് ചുവന്ന നിറമായിട്ട് മാറും. അതുകൊണ്ട് തീ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ സാധിക്കും. എന്നാൽ അത് തീയൊന്നും എടുത്തിട്ട് കുറേ സമയം കഴിഞ്ഞാലോ അത് പഴയ ഇരുമ്പ് തന്നെയായിട്ട് മാറും. ഇപ്പോൾ ഭഗവാനായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ സേവകളിൽ നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇരുമ്പിനെ നമ്മൾ തീയിലിട്ട് ചുട്ട് പഴുപ്പിക്കുന്നത് പോലെ ചുവന്ന നിറമായിട്ട് മാറുമല്ലോ, അതേപോലെയാണ്. എന്നാൽ ഭഗവാനെ സേവിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ, ആ ഭഗവാന്റെ സേവയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ആ ഇരുമ്പ് പഴയതായി മാറുന്ന പോലെ നമ്മളുടെ മനസ്സ് ഭൗതികതയിലേക്ക് പോകുന്നതാണ്. അതാണ് പറയുന്നത്, തേടണം സജ്ജന സംസർഗം എപ്പോഴും പാടണം നാമം നയനജവാരയിൽ ആറാടണം നെയ്യ് അനാരതം നമ്മൾ തൻ പാറാവുകാരിയാം മായയെ വെല്ലുവാൻ. ആ മായ നോക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മൾ ഭഗവാനെ വിചാരിക്കാത്തതെന്ന് വിചാരിച്ചാൽ അപ്പം നമ്മളെ കയറി പിടിക്കാനായിട്ട് മായ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, അപ്പോൾ ഈ ഭഗവാനെ മാത്രം വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി, എനിക്ക് വേറെ ജോലിയില്ലേ, വേറെ ഒരുപാട് കാര്യങ്ങളില്ലേ ചെയ്യേണ്ടത്? ഗോപികമാരെങ്ങനെയാണ് ജോലി ചെയ്തിരുന്നത് വൃന്ദാവനത്തിൽ? അവർ ഒരു ജോലിയിൽ നിന്ന് വിട്ടു നിന്നില്ല. വളരെ ഭംഗിയായിട്ട് അവരുടെ ജോലി ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു? ഭഗവാനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അവർ ജോലി ചെയ്തിരുന്നത് എന്നാണ്. ഇതേപോലെ അപ്പോൾ ജോലി ചെയ്യാതെ ജീവിക്കാൻ ആർക്കും സാധിക്കില്ല ഭൗതികമായ ലോകത്തിൽ. അപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ എന്താ ചെയ്യുക? ആ ഒഴിവ് സദാസമയം വിചാരിക്കണം, ഈ ജോലി ആര് തന്നതാ? ഈശ്വരൻ തന്നിട്ടുള്ള ജോലിയാണ്, ഭഗവാൻ തന്നിട്ടുള്ള ജോലിയാണ്. ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ആ ധനം ഉണ്ടല്ലോ, അത് ഭഗവത് സേവയ്ക്ക് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോഴൊക്കെ നമ്മൾ ഭഗവാനായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെ ഭഗവാനെ സേവിക്കുന്ന ഒരു വ്യക്തിക്ക് അവനവൻ ചെയ്യുന്ന ആ ജോലി വളരെ ആത്മാർത്ഥമായിട്ടും പൂർണ്ണമായിട്ടും വളരെ ഭംഗിയായിട്ടും ചെയ്തു തീർക്കാൻ സാധിക്കും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. ഉദ്ദേശം എന്താ? ഭഗവാന്റെ പ്രീതി എന്നുള്ളത്. 28ാമത്തെ ശ്ലോകം. പ്രയുജ്യമാനേമയതാം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണോ ന്യപതൽ പാഞ്ചഭൗതികാം. പ്രയുജ്യമാനേ മയി താം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധ കർമ്മ നിർവാണ ന്യപതൽ പാഞ്ചഭൗതിക. അതായത്
എനിക്ക് ദിവ്യമായിട്ടൊരു ലോകം ഭഗവാൻ തന്നു എന്നാണ്. ദിവ്യമായിട്ട് ഒരു ശരീരം തന്നെ ഭഗവാൻ തന്നു. ഞാൻ ഈ ശരീരം ഇതേവരെയുള്ള ശരീരം ഉപേക്ഷിച്ചു. എന്നിട്ട് വിശേഷപ്പെട്ട ശരീരം എനിക്ക് വന്നു. അതോടുകൂടെ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ, അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ഇതെല്ലാം ഇല്ലാതെയായി മാറി. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആത്മീയമായ രൂപവും ആത്മീയമായ പ്രവർത്തനങ്ങളും മാത്രമായിട്ട് ഇങ്ങനൊരവസ്ഥ എനിക്ക് വന്നു ചേർന്നു എന്ന് നാരദൻ പറയുന്നു എന്നാണ്. അപ്പോൾ 2 ശരീരമുണ്ട് നമ്മൾക്ക് എന്നാണ്. അതീന്ദ്രിയമായിട്ടുള്ള ശരീരമുണ്ട്. അത് സത് ചിത്ത് ആനന്ദം എന്നാണ് ആ ശരീരത്തിൻ്റെ അവസ്ഥ എന്നാണ്. ഇതാണെങ്കിലോ അസത്ത് അചിത്ത് നിരാനന്ദം നമ്മളുടെ ഈ ശരീരം എന്നുള്ളത്. ദുഃഖത്തിൻ്റെ ഒരു ഇരപ്പഴമാണ് നമ്മുടെ ശരീരം എന്നത്. എന്നാൽ ഭഗവാനെ വിചാരിക്കുന്നതോടുകൂടിയുടെ ശരീരം സത്ത് ചിത്ത് ആനന്ദം എന്നുള്ള ഭഗവാനായിട്ട് ബന്ധപ്പെട്ട ശരീരം ആനന്ദത്തിൻ്റെ ഒരു ഉറവിടമായിട്ട് മാറുന്നു എന്നാണ്. അപ്പോൾ എന്താണ് ഭഗവാൻ ഇതിനെ ഒരു മാഗ്നറ്റ്, ഒരു കാന്തികമായിട്ടുള്ള ഒരു സ്വാധീനം ഭഗവാൻ നമ്മളിൽ വരുത്തുന്നു. കൃഷ്ണ എന്ന് പറഞ്ഞാൽ കർഷദേതി കൃഷ്ണ. കാന്തം എങ്ങനെ ആകർഷിക്കപ്പെടുക? ഇരുമ്പിനെ, തുരുമ്പുള്ള ഇരുമ്പിനെ കാന്തം ആകർഷിക്കില്ല. ഇതേപോലെ ഭൗതികമായ അനേകം ദോഷങ്ങളുള്ള ജീവനെ ആ ജീവനെ ഭഗവാൻ ആകർഷിക്കില്ല. അപ്പോൾ ആകർഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ ആകർഷണം വേണം. ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ നമ്മളെ ഉള്ളിലുള്ള ഈ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിലുള്ള ആ ദോഷങ്ങളില്ലാതാക്കണമെങ്കിൽ വെറുതെ ശരീരം പുറമേയുള്ള അതൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് ശരീരം സോപ്പ് തേച്ചിട്ട് കുളിച്ചിട്ടൊക്കെ വൃത്തിയാക്കാം. പക്ഷേ ഉള്ളിലുള്ള നമ്മളെ അന്ധക്കരണം എങ്ങനെയാണ് പരിശുദ്ധമായി തീരുക? അത് ഭഗവാൻ നാമജപത്തിൽ കൂടെ മാത്രം പരിശുദ്ധമായി തീരുള്ളൂ എന്നാണ്. അതാണ് ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ചേത കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂജീവനം ആനന്ദാമുധിവർദ്ധനം പ്രതിപദം പൂർണ്ണ അമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അതാണ് ഭഗവാന്റെ നമ്മളുടെ ഹൃദയത്തിലുള്ള എല്ലാ ദോഷങ്ങളും മാറ്റി തീർക്കണമെന്നാണ് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം. ഹരേ കൃഷ്ണ.